ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക്, നിങ്ങളെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിൽ ഇപ്പോഴും എന്തെങ്കിലും കണക്ഷൻസ് ഉണ്ടോ, അവർ തമ്മിൽ എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ തേർഡ് പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ബ്രേക്ക് ചെയ്ത് റിട്ടേൺ വന്ന പേഴ്സൺസിനെ കുറിച്ച് സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യമാണിത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ പോകുന്ന ആൾക്കാർക്ക് ഈ ഒരു റീഡിങ് ഹെൽപ്ഫുൾ ആകും. നിങ്ങളുടെ ലൈഫുമായിട്ട് റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് സാമ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളെ ഈ റീഡിങ്ങിൽ നിന്ന് സ്വീകരിക്കുക. പോസിറ്റീവ് കാര്യങ്ങളെ സ്വീകരിക്കാനായിട്ട് ശ്രമിക്കുക. അതല്ല, റെസനേറ്റ് ചെയ്യാത്ത കാര്യങ്ങളാണെങ്കിൽ അതിനെ വിട്ടുകളയുക. കാരണം ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. വന്നിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് 8 ഓഫ് വാണ്ട്സ്, ദ ഡെവിൾ, 5 ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്, 5 ഓഫ് സ്വാർഡ്സ്, വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പോൾ എന്തോ ഒരു തീരുമാനമെടുക്കാനുള്ള ആലോചനയിലാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വരും ഫ്യൂച്ചറിൽ അവരെന്തായാലും ഒരു ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. വളരെ ഡീപ്പായിട്ട് തന്നെ അവരെന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. എന്തോ ഒരു കാര്യത്തിലൊരു ഡിസിഷൻ എടുക്കാൻ തന്നെയാണ് അവരുടെ മൂവ്മെൻറ്റ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അവർക്ക് തേർഡ് പാർട്ടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരുപാട് മെൻ്റൽ ഹാപ്പിനെസ് കിട്ടുന്നതായിട്ടും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുമായിട്ട് അത്രയും എഡിക്റ്റഡ് ആണ് നിങ്ങളുടെ പേഴ്സൺ എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഒരു ലസ്റ്റൊക്കെയാണ് അവർക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. അവർക്ക് തന്നെ അറിയാം ആ ഒരു റിലേഷൻഷിപ്പ് അൺഹെൽത്തി ആണ് എന്നുള്ളത്. പക്ഷേ എങ്ങനെയായാലും അവർക്ക് ആ ഒരു വ്യക്തിയുമായിട്ട് വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. ഇമോഷണലായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടാണ് അവർക്ക് തോന്നുന്നത്. അത് സ്നേഹബന്ധം തന്നെ ആകണമെന്നില്ല, പക്ഷേ അവർക്ക് എന്തോ ആ ഒരു വ്യക്തിയുമായിട്ടുള്ള സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെ സന്തോഷമൊക്കെ കിട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു അൺഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല ഒരിക്കലും ഇവർക്ക് തേർഡ് പാർട്ടിയുമായിട്ടുള്ളത്. പക്ഷേ ഇമോഷണലി അവർക്ക് നല്ലൊരു ഫുൾഫിൽമെൻറ്റ് കൊടുക്കാനായിട്ട് തേർഡ് പാർട്ടിക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ഫീലിങ്സ് തേർഡ് പാർട്ടിയോടുണ്ടോ എന്ന് ചോദിച്ചാൽ, അവർക്ക് ആ ഒരു പക്ഷേ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻസ് കൊണ്ടാകാം, അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാകാം ഈ വ്യക്തിയുമായിട്ടൊരു ബ്രേക്ക് എടുത്തത് ഇവർക്കൊരു നിരാശ വന്നിട്ടുണ്ട്. അതായത് ആ ഒരു ബന്ധത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർക്ക് എപ്പോഴും നിരാശ തന്നെയാണ് തോന്നുന്നത്. കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു ദുഃഖമായിരിക്കാം. പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിയും കുറിച്ചുള്ള ഫീലിങ്സ് എന്ന് പറഞ്ഞത് അവരുടെ മനസ്സിൽ വരുന്നത് എപ്പോഴും ഒരു ശോകം തന്നെയാണ്. അവർക്ക് എന്തായാലും ഇപ്പോഴും ആ വ്യക്തിക്ക് തേർഡ് പാർട്ടിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ആ വ്യക്തികൾ തമ്മിൽ ഇപ്പോഴും ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ടും, അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷൻ ഇപ്പോഴും അവർ തമ്മിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അവർ ഒരു ഫ്യൂച്ചറിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചറിലൊക്കെ പോകുമ്പോൾ അവർ കുറച്ചും കൂടിയൊക്കെ ഒന്ന് ഇമോഷണലി കണക്റ്റഡ് ആകാനും, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ജസ്റ്റേഴ്സും, അല്ലെങ്കിൽ ഇമോഷണൽ ബോണ്ടൊക്കെ എന്തായാലും ക്രിയേറ്റ് ചെയ്യുമെന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എങ്ങനെയായിരുന്നു മുമ്പ് അതുപോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയുമായിട്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളറിയാത്തത്, അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കാത്ത കാര്യം എന്തെന്ന് വെച്ചാൽ, ആ ഒരു വ്യക്തികൾ മറ്റുള്ളവരുടെ ഫീലിങ്സിന് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. എന്ത് കൊടുത്തിട്ടായാലും അവരവരുടെ ആ ഒരു ലക്ഷ്യം നേടിയെടുക്കും എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അത് അവരുടെ തീരുമാനം ചിലപ്പോൾ പലരെയും ബാധിക്കുന്നതായിരിക്കും, പക്ഷെ അതൊന്നും അവർക്കൊരു വിഷയമല്ല. അവരെന്തായാലും ഭാവിയിൽ ഒരു തീരുമാനമെടുക്കും, പൊരുതി തന്നെ അവർ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുമെന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് ഇപ്പോഴത്തെ സ്ഥിതിയിൽ പോകുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇപ്പോൾ തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ നടക്കാനുള്ള ഒരു സാധ്യത. പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് നൽകുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്ന കാർഡാണ്. അതായത് എടുത്തു ചാടിക്കൊണ്ട് ഒരു ഡിസിഷൻ ഇപ്പോൾ എടുക്കാതിരിക്കുക, കാര്യങ്ങളെ ഒന്നും കൂടി ഒബ്സർവ് ചെയ്യുക. കാരണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലക്ക് എന്ന ഫാക്ടർ വർക്ക് ആവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു ചക്രത്തിൻ്റെ തുടക്കമാണിപ്പോൾ എങ്കിൽ അത് അവസാനിക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക.
അതിൻ്റെ അവസാനം കാര്യങ്ങൾ മാറി മറിയാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇതിൽ. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഒരു റിലേഷൻ ഹെൽത്തി അല്ല. അവർക്കൊരിക്കലും അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ് എന്ന് പറയുന്നത് ഒരു വഴിവിട്ട രീതിയിലുള്ള ഒരു ബോണ്ടിങ് ആണ് അവർ തമ്മിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ മാറി മറിയാനും തേർഡ് പാർട്ടി ഒരു പക്ഷേ പൂർണ്ണമായി തന്നെ നിങ്ങളുടെ പേഴ്സണെ അവോയ്ഡ് ചെയ്ത് അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാനുള്ളൊരു സാധ്യത കൂടി നമ്മളിതിൽ കണക്കാക്കണം. അപ്പോൾ യൂണിവേഴ്സ് അഡ്വൈസ് നിങ്ങൾക്കുള്ളത് വെയിറ്റ് ചെയ്യുക, കാര്യങ്ങൾ ഒന്നും കൂടി ഒരു നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക, ഒന്നും കൂടി ആഴത്തിൽ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക, അവരുടെ മൂവ്മെൻറ്റ്സ് ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാവുന്നതാണ്. കാരണം കാര്യങ്ങൾ പല രീതിയിൽ മാറി മറിഞ്ഞു വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ടോപ്പിക്കിൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.